ഗുഡ് മോർണിംഗ്. രാധേ രാധേ. ഞാൻ ഗുരുവായൂർ പോയിട്ട് വന്ദേ ഭാരതിലാണ് തിരിച്ചു വന്നത്. എറണാകുളം എത്തിയപ്പോൾ എല്ലാവർക്കും ആഹാരം വിളമ്പി. അപ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. അവരെന്താ ചെയ്യുന്നത്? അതിനകത്ത് ചോറുണ്ട്, അതിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന കറിയുണ്ട്, ഒരു ഉള്ളിത്തീയൽ പോലത്തെയാണ്. ഒരു കരണ്ടി കൊണ്ട് കോരി ഈ ചോറ്റിനകത്തേക്ക് ഒഴിച്ച് കരണ്ടി വെച്ചൊന്ന് അമുക്കി പിടിച്ചതിന് ശേഷം ഈ കരണ്ടി കൊണ്ട് കോരി കഴിക്കുകയാണ് ചെയ്യുന്നത്. ചോറ് കറി ഒഴിച്ച് കൈകൊണ്ട് കുഴച്ച് അതിൻ്റെ സ്വാദ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിക്ക് ഇത് എന്ത് പറ്റി? യൂറോപ്പ് ഒരു ശൈത്യരാജ്യമാണ്, അതുകൊണ്ടാണ് അവർ കത്തിയും മുള്ളും ഒക്കെ ഉപയോഗിച്ച് കഴിക്കുന്നത്. കേരളത്തിൽ വന്ന് ചട്ടിച്ചോറ് കൈകൊണ്ട് കുഴച്ച് കഴിക്കുന്ന സായിപ്പുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഇതേ നിങ്ങൾ തന്നെ വീട്ടിൽ ചോറുണ്ണുന്നത് കൈകൊണ്ട് കുഴച്ച് തന്നെ ആയിരിക്കണം. പിന്നെ വന്ദേ ഭാരതിലും ചില പ്രത്യേക സ്ഥലങ്ങളിലും മാത്രം എന്തിനാണ് നിങ്ങൾ ഈ മുഖം മൂടിയിടുന്നത് എന്ന് മാത്രവുമല്ല, ഫ്രൈഡ് റൈസ് ഒക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ കത്തിയും മുള്ളും കരണ്ടിയും ഒക്കെ ഉപയോഗിച്ച് അഭ്യാസം കാണിച്ച് കഴിക്കുന്ന മലയാളിയെ സഹതാപത്തോടു കൂടിയാണ് ഞാൻ കണ്ടിട്ട് കാണുന്നത്. നോക്കൂ, ആ കരണ്ടി എത്ര പേരുടെ വായിക്കകത്ത് കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. അതിൽ കടുത്ത പനിയുള്ളവൻ കാണും, ചൊറി പിടിച്ചവൻ കാണും, വായ്നാറ്റമുള്ളവൻ കാണും, മറ്റു പല അസുഖങ്ങളും ഉള്ളവൻ കാണും. ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ അത് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്താണ് നിങ്ങൾക്ക് തരുന്നതെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അതിനേക്കാൾ എന്നെ ഞെട്ടിച്ച കാര്യം, ഈ മലയാളിയിൽ നല്ലൊരു പങ്കും വന്ദേ ഭാരതിൽ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് വാ കഴുകിയിട്ടില്ല. അവർ ടിഷ്യൂ പേപ്പർ വെച്ച് വാ വന്ന് തുടച്ചു, കൈയും തുടച്ചു വെച്ചിരിക്കുകയാണ്. മലയാളി, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ വാ കഴുകാൻ മറന്നുപോയോ? നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും ഇതിനകത്ത് എന്തുമാത്രം ബാക്ടീരിയ പെരുകും. ചുമ്മാതാണോ മലയാളിക്ക് ഈ വായുനാറ്റം എന്ന് പറയുന്നത്? നിങ്ങൾ അല്പം ചമ്മന്തി എടുത്ത് ചോറിൽ പുരട്ടി തൈരൊഴിച്ച് കൈകൊണ്ട് കുഴച്ച് കഴിക്കുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്കേ. ഭക്ഷണം എപ്പോഴും ആസ്വദിച്ച് കഴിക്കണം, അല്ലെങ്കിൽ അത് ഭക്ഷണത്തെ അവഹേളിക്കലാണെന്ന് മനസ്സിലാക്കുക. ഭക്ഷണത്തെ നിങ്ങൾ ദയവ് ചെയ്ത് അവഹേളിക്കരുത്. അതിനാൽ ഇന്നു തൊട്ട് നിങ്ങൾ ചോറൊക്കെ മലയാളിയെ പോലെ കഴിക്കാൻ ശ്രമിക്കുക. സായിപ്പ് പോലും കേരളത്തിൽ വന്നാൽ മലയാളിയെ പോലെയാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ സായിപ്പാകാൻ ശ്രമിക്കാതെ നിങ്ങളൊരു പച്ച മലയാളിയായി ജീവിക്ക്. ഒന്നുമില്ലെങ്കിലും വായെങ്കിലും ഒന്ന് കഴുകിക്കള എൻ്റെ പൊന്നു മലയാളി. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.